ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപ്പതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. हरिः ओं तत्सत्. सर्वशास्त्राब्धिपीयूष सर्ववेदैकसत्फला सर्वसिद्धान्तरत्नाढ्य सर्वलोकैकद्विप्रदां सर्वभागवतप्राण श्रीमद्भागवत प्रभो कलिद्वन्द्वोदितादित्य श्रीकृष्णा परिवर्तिता. परमानन्दपाठाय प्रेमवर्ष्यक्षरायते सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते. मदेकबन्धो मत्सङ्गिन् मद्गुरो मन्महाधना मन्निष्ठारकमद्भाग्य मदानन्द नमोऽस्तुते. असाधु साधुतादायन् अधिनिच्छोचतागरा हानामुञ्च कथाचिन्मां प्रेम्णा हृत्कण्ठयो स्पृहा. भद्रा श्रीमद्भागवतम की जय. सोऽसावदभ्रकरुणो भगवान् विवृद्ध प्रेमस्मितेन नयनाम्बुरुहं विजृम्भन् उद्धाय विश्वविजयाय च नो विषादम् माध्वा गिरापयनतापयतापनयतात् पुरुषः पुराणः. പരമോന്നതനും ഏറ്റവും പുരാതനമായ ഭഗവാൻ ആത്യന്തികമായി കരുണാമയനാണ്. അദ്ദേഹം തന്റെ കമല നേത്രങ്ങൾ തുറന്ന് പുഞ്ചിരിയോടെ എനിക്കുമേൽ അനുഗ്രഹം ചൊരിയുമെന്ന് ഞാൻ ആശിക്കുന്നു. മുഴുവൻ ഭൗതിക സൃഷ്ടിയെയും സമുദ്ധരിക്കുവാനും ദയാപൂർവം നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ വിഷാദം നീക്കുവാനും അദ്ദേഹത്തിന് സാധിക്കും. श्रीमद् भागवतम की जय, श्री प्रभुपाद की जय, गुरु महाराज की जय.
अनंत कोटि वैष्णव वृंद की जय निताय गौर सिद्धार्थ പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. സോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധത്തില് സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥന എന്ന 9-ാമത്തെ അധ്യായമാണ്. അതില് ബ്രഹ്മാവിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭഗവാൻ അതിന് എങ്ങനെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് ശ്ലോകം 31 നോക്കിയത് അല്ലേ? ഹരേ കൃഷ്ണ. ശ്ലോകം 31 വരെ കണ്ടു. ഇനി 32-ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കേണ്ടത്. ഹരേ കൃഷ്ണ. യഥാ തു സർവഭൂതേഷു ദാരുഷ്വഗ്നിമിവ സ്ഥിതം പ്രതിചക്ഷീത മാം ലോകോ ജഹ്യാതർഹ്യേവ കശ്മലം. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ. താങ്കൾക്ക് വനത്തിലെ അഗ്നി എന്ന കണക്ക് എല്ലാ ലോകങ്ങളിലും അതുപോലെ ജീവസത്തകളിലും എന്നെ ദർശിക്കുവാൻ സാധിക്കും. അതീന്ദ്രിയ ദർശനത്തിന്റെ ആ തലത്തിൽ മാത്രമേ താങ്കൾക്ക് എല്ലാവിധ മായാ ദർശനങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയൂ. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് താങ്കൾക്ക് വനത്തിലെ അഗ്നി എന്ന കണക്ക് എല്ലാ ലോകങ്ങളിലും അതുപോലെ ജീവസത്തകളിലും എന്നെ ദർശിക്കുവാൻ സാധിക്കും. അതീന്ദ്രിയ ദർശനത്തിന്റെ ആ തലത്തിൽ മാത്രമേ താങ്കൾക്ക് എല്ലാവിധ മായാദർശനങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയൂ. സോ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്ന ഒരുവിന് മാത്രമേ മായയിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭാവാർത്ഥം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം ജഗദ്ഗുരു ശ്രീലപ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഭഗവാനുമായുള്ള തന്റെ ശാശ്വത ബന്ധം വിസ്മൃതമാകാൻ ഇടയാകരുതേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. തന്റെ സർവശക്തിയുമായി ബന്ധമില്ലാത്ത നിലനിൽപ്പിനെ പറ്റി താൻ ചിന്തിക്കുകയില്ലെന്ന് ഇതിനുത്തരമായി ഭഗവാൻ പറഞ്ഞു. വിറകിലെ അഗ്നിയെയാണ് ഉദാഹരണമായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിറക് പലതരത്തിലുള്ളതാണെങ്കിലും അവയെ കത്തിക്കുന്ന അഗ്നി ഒന്നു തന്നെ ആയിരിക്കും. അതുപോലെ ഭൗതിക ലോകത്തെ ശരീരങ്ങൾ ആകൃതിയിലും സ്വഭാവത്തിലും വ്യത്യസ്തങ്ങളാണെങ്കിലും അവയിലെ ആത്മാവുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഭിന്നമായിരിക്കില്ല. അഗ്നിയുടെ ഗുണമായ താപം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ആത്മജ്യോതിയും അഥവാ ഭഗവാന്റെ അവിഭാജ്യ ഘടകവും എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ ആയിരിക്കും. അപ്രകാരം ഭഗവാന്റെ എല്ലാ സൃഷ്ടികൾക്കും അദ്ദേഹത്തിന്റെ ശക്തി വിതരണം ചെയ്തിരിക്കുന്നു. ഭൗതികമായ മായാഭ്രമങ്ങളിൽ നിന്ന് ഒരുവനെ രക്ഷിക്കാൻ അതീന്ദ്രിയ ജ്ഞാനത്തിനു മാത്രമേ കഴിയുകയുള്ളൂ. ഭഗവാന്റെ ശക്തി എല്ലായിടത്തും ഉള്ളതിനാൽ പരിശുദ്ധമായ ഒരാത്മാവിന് അഥവാ ഭഗവത് ഭക്തന് എല്ലാറ്റിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി കാണാൻ കഴിയുകയും തദ്വാര അവന് പുറം മോടികളിൽ ആകർഷണമില്ലാതാവുകയും ചെയ്യും. ആ ആത്മീയ സങ്കല്പം അവനെ ഭൗതിക സഹവാസത്തിന്റെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും പ്രതിരോധിച്ചു നിർത്തും. പരിശുദ്ധ ഭക്തൻ ഏത് പരിതസ്ഥിതിയിലും ഭഗവത് സ്പർശം വിസ്മരിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഇവിടെ മനോഹരമായ ഒരു അനോളജി അല്ലെങ്കിൽ ഒരു മെറ്റാഫോറിസമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് വനത്തിലെ അഗ്നി എന്ന കണക്ക് എല്ലാ ലോകങ്ങളിലും അതുപോലെ ജീവസത്തകളിലും എന്നെ ദർശിക്കുവാൻ സാധിക്കും. അതീന്ദ്രിയ ദർശനത്തിന്റെ ആ തലത്തിൽ മാത്രമേ താങ്കൾക്ക് എല്ലാവിധ മായാ ദർശനങ്ങളിൽ നിന്നും മോചിതനാകാൻ കഴിയൂ. എങ്ങനെയാണ് വനത്തിൽ അഗ്നിയെ കാണാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ അഗ്നിയോട് ഉപമിക്കുന്നത് അല്ലെങ്കിൽ വനത്തിലെ അഗ്നി എന്ന് ഉപയോഗിക്കാനുള്ള കാരണം? ആർക്കെങ്കിലും ഒന്ന് അതിനെ ഒന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊന്ന് പറയാൻ സാധിക്കുമോ? ഒന്ന് ശ്രമിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. പറയണ്ട. അഗ്നിക്ക് എല്ലാത്തിനെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ദഹിപ്പിക്കാൻ സാധിക്കും. പ്രത്യേക ഇതൊന്നും അല്ല. അതാണോ? മനസ്സിലായില്ല പ്രഭു. അതുകൊണ്ട് എങ്ങനെ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ എങ്ങനെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും? അല്ല ഹരേ കൃഷ്ണ പ്രഭു.
ഹരേ കൃഷ്ണ പ്രഭു ഞാൻ പറഞ്ഞോട്ടെ. ആ അഗ്നി ഒരു അശോകമാതാജി പറഞ്ഞു കഴിഞ്ഞോ എങ്കിൽ സുഗമമാതാജി പറയും. കഴിഞ്ഞ പ്രഭു മുഴുവൻ ശ്ലോകം ഞാൻ കേട്ടില്ല. പറഞ്ഞു. ഹരേ കൃഷ്ണ. ഓക്കെ, സുഗമമാതാജി പറയട്ടെ. ആ അഗ്നി ഉണക്ക് സമയത്ത് പുല്ലിന് പരസ്പരം ഉരസി തീ ഉണ്ടാകുന്നത്, അത് തന്നെ സ്വയം ഉണ്ടാകുന്നതാണ് ആദ്യം. ആ അഗ്നി ഏത് നിമിഷവും വനത്തെ കത്തി നശിപ്പിക്കാം. അങ്ങനെയാണോ പ്രഭു? സി മാതാജിക്ക് എന്ത് വേണേ പറയാം, കുഴപ്പമില്ല. പക്ഷെ അത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ശ്ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. അതായത് ഇവിടെ പറയുന്നത് വനത്തിലെ അഗ്നി എന്ന കണക്ക് എല്ലാ ലോകങ്ങളിലും അതുപോലെ ജീവസത്തകളിലും എന്നെ ദർശിക്കുവാൻ സാധിക്കും. അതീന്ദ്രിയ ദർശനത്തിന്റെ ആ തലത്തിൽ മാത്രമേ താങ്കൾക്ക് എല്ലാവിധ മായാ ദർശനങ്ങളിൽ നിന്ന് മോചനാകാൻ കഴിയൂ. അതായത് വനത്തിൽ അഗ്നി ഉണ്ടോ? യഥാർത്ഥത്തിൽ വനത്തിൽ അഗ്നി ഇല്ല. ഇല്ല, അത് പക്ഷെ സ്വയം ഫൈൻ. ഹരേ ഓക്കെ, വേറെ കൃഷ്ണ. ആർക്കെങ്കിലും പറയാനുള്ളത്? ഹരേ Yes, കൃഷ്ണ Rajima. പ്രഭുജി, സംഘർഷണം മൂലം ഉണ്ടാകുന്ന അഗ്നിയാണ്. ഓക്കെ, സംഘർഷം മൂലമാണെങ്കിൽ ഇവിടെ എങ്ങനെ നമുക്ക് കോണ്ടാക്ട് മനസ്സിലാവും? ഓക്കെ, മായാതീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. അതായത് എല്ലാവരുടെ ഉള്ളിലും വനത്തിൽ എപ്പോ വേണമെങ്കിലും അഗ്നി ഉണ്ടാവാം. അതായത് അതിന്റെ ഉള്ളില് അതൊന്ന് ഉരസിയാൽ മതി, അഗ്നി പടർന്ന് അവിടെ ഒരു കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്തത്ര അഗ്നി ഉണ്ടാവും. അപ്പൊ അവിടെ മാതാജി അതിന്റെ അടുത്ത് വരെ അതുപോലെ നമ്മുടെ ഉള്ളിലും പരമാത്മാവിനെ ഉണർത്താനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഇത് കിട്ടിയാൽ മതി. മാതാജി അതിന്റെ അടുത്ത് വരെ എത്തി, കുറച്ച് ഡൈവേർട്ടായി. മാതാജി അതിന്റെ അടുത്ത് വരെ എത്തി, പക്ഷെ കുറച്ച് മാതാജി ഡൈവേർട്ട് ആയിട്ടുണ്ട്. മാതാജി ഓൾമോസ്റ്റ് ക്ലിയർ ആണ് ആദ്യം പറഞ്ഞ പോയിന്റ്. പക്ഷെ അതിനുശേഷം പിന്നെ അഗ്നി പടരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ആ ഭാഗം വേണ്ട, അതിന് മുമ്പ് പറഞ്ഞ ഭാഗത്ത് അതിന്റെ ആൻസർ ഉണ്ട്. ഒന്നുകൂടെ ശ്രമിക്കാമോ മായാതീത മാതാജി? അതായത് ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അതായത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഭഗവത് ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. എപ്പോ വേണമെങ്കിലും അത് ഇത് വരാം. അതുപോലെ അത് വനത്തില് എല്ലാ വനങ്ങളിലും. ഹരേ കൃഷ്ണ. പറഞ്ഞ എല്ലാ വനങ്ങളിലും വനത്തിന്റെ അകത്ത് ഒന്ന് ഒരു സ്പാർക്ക് കിട്ടാം, ഒന്ന് ഇതായപ്പോൾ അത്രയും ഇതിന്റെ അകത്തും അഗ്നി നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു റിയലൈസേഷൻ ആണ് മാതാജി പറഞ്ഞത്. ഐ കം ടു ദാറ്റ്. മാതാജി പറഞ്ഞത് ഓൾമോസ്റ്റ് ക്ലോസസ്റ്റ് രീതിയാണ് പറഞ്ഞത്. ഒരു ഇച്ചിരിയുടെ ഫൈൻ ട്യൂണിങ് ആവശ്യമാണ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മാതാജി. യെസ്, ഗംഗാനാഥ് പ്രഭു. ഗംഗാനാഥ് പ്രഭു കൃഷ്ണ, ലോകത്തിലെല്ലായിടത്തും ഭഗവാന്റെ ചൈതന്യം വിവിധ രൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ വനത്തില് ഇന്ധന രൂപത്തില് എല്ലായിടത്തും അഗ്നി നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ ഒരു ചെറിയ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർത്തിയെടുക്കുന്ന അതേപോലെ ആ അഗ്നി എപ്പോ വേണമെങ്കിലും വനത്തിൽ അഗ്നിയായിട്ട്, അതായത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ രൂപപ്പെടും. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, താങ്ക് യു. മോർ ക്ലോസർ. യെസ്, ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എങ്ങനെയാണോ ഓരോ വിറകിലും അല്ലെങ്കിൽ ഓരോ മുളയിലും അഗ്നി ഒളിച്ചിരിക്കുന്നത്, അത് ഘർഷണം കൊണ്ട് വെളിയിൽ വരുന്ന ആ വനത്തെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഷഡ്വൈരികൾ അത് ഉരസുമ്പോൾ തീർച്ചയായും അത് ദാവാഗ്നിയായിട്ട് ആ മനുഷ്യരെ തന്നെ നശിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ഒരുപാട് ക്ലോസിൽ എത്തിയിട്ട് വീണ്ടും ഡൈവേർട്ട് ആക്കി, ഒരുപാട് ഏറ്റവും കറക്റ്റ് ഭാഗത്തെത്തി. പക്ഷെ മതി അതിനെ വേറൊരു, അതായത് ഈ ഒരു കോണം. വെരി ഗുഡ്, 3 പേര് നല്ല സൂപ്പറായിട്ട് പറഞ്ഞു. വളരെ ആ സെയിം പോയിന്റ് ആണ് മായാതീത മാതാജി അതിനെ എന്താ പറയുക, ആദ്യം ഒന്ന് അതിന്റെ അടുത്തേക്ക് എത്തി. ഗംഗാനാഥ് പ്രഭു കുറച്ചുകൂടെ ക്ലോസസ്റ്റ് ആയി. ഒരു ശ്രീരഞ്ജി മാതാജി വളരെ കറക്റ്റ് പറഞ്ഞു, പക്ഷെ അതിന് വേറൊരു അർത്ഥം കൂടെ മാതാജി കൊടുക്കാൻ ശ്രമിച്ചത്. അത് വേണ്ട. എന്താ വെച്ചാല് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓരോ മരത്തിലും ഓരോ വിറകിലും അഗ്നി ഒളിഞ്ഞിരിക്കുന്നു.
ഇവിടുത്തെ അത് ദാവാഗ്നിയായി അത് അർത്ഥം വേറെയാണ്. നമ്മളുടെ പോയിന്റ് അതാണ്. വിറകിൽ അഗ്നി ഒളിഞ്ഞിരിക്കുന്നത് പോലെ സർവസ്ഥലങ്ങളിലും ഭഗവാൻ ഇരിപ്പുണ്ട്. അതിനെ നമ്മൾക്ക് കാണാൻ സാധിക്കണം. മറ്റ് അഗ്നിയുടെ ഇത് അഗ്നി എന്ന് ഉപയോഗിച്ചപ്പോൾ അഗ്നിയുടെ ക്വാളിറ്റി കൂടെ നമ്മൾ ആ ഒരു അർത്ഥത്തിലേക്ക് പറഞ്ഞു പോയതാണ്. ഒരു ചെറിയ ഡൈവേർഷൻ ആയത് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആവശ്യമില്ല. അഗ്നി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം. അഗ്നി എങ്ങനെയാണ് വിറകിലിരിക്കുന്നത് അതുപോലെയാണ് നമ്മളിൽ ജീവാത്മാവും പരമാത്മാവും ഇരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ടു എവ്രിബഡി. പക്ഷെ ആ വിറകിനുള്ളിൽ അഗ്നി ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരുവന്, അല്ലെങ്കിൽ അതറിയാവുന്ന ഒരുവൻ, അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ സ്ഥലത്തും ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നവന് മായയിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പോർഷൻ കറക്റ്റ് ആണ്. ആ രണ്ടാമത്തെ പോർഷൻ വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ ഇപ്പൊ എല്ലാവർക്കും? സോ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നല്ല നല്ല റിയലൈസേഷൻ, എക്സലന്റ്. സോ അപ്പൊ നമ്മള് അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീത നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. അഹം സർവസ്യ പ്രഭുവാണ്. അല്ല അല്ല, എല്ലാത്തിലും ഒരുപോലെ കാണുന്നവൻ, എല്ലാത്തിനെയും കാണുന്നവൻ. അറിവുള്ളവൻ എങ്ങനെ കാണുന്നു? സുനീചൈവ സ്വപാകേശ. വെരി ഗുഡ്, കറക്റ്റ്. അതായത് എല്ലാത്തിലും ആത്മാവിനെ, ഭഗവാനെയും കാണാൻ സാധിക്കുന്നവന് മാത്രമേ പണ്ഡിത സമദർശന. പിന്നെ അങ്ങനെയുള്ളവന് എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നു. അപ്പോ ഹിസ് ഓൺലി റിയലൈസ്ഡ് ദ ഗോഡ്, ഭഗവാനെ. അപ്പൊ അങ്ങനെയുള്ളവന് മായയിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും. അതാണ് ഇവിടെ. അപ്പം അതീന്ദ്രിയ ദർശനം, അപ്പൊ അതീന്ദ്രിയ ദർശനം, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. ഇപ്പം എന്താ പറയാ, വനത്തിൽ തീ കത്തിയാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതീന്ദ്രിയ തലത്തിലുള്ളവർക്ക് വിറകിനുള്ളിൽ അഗ്നിയുണ്ട് എന്ന് കാണാൻ സാധിക്കത്തുള്ളൂ. അത് അതീന്ദ്രിയ തലമാണ്, ബിയോണ്ട് അവർ എക്സ്റ്റേണൽ സെൻസ് പെർസെപ്ഷൻ. അപ്പൊ ആ ഒരു തലത്തിലാണ് നമുക്ക് എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഭഗവാനെ ദർശിച്ച ഒരുവന് മായയിൽ നിന്ന് മുക്തനാകാം. വെരി ഗുഡ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? പോയിന്റ് ക്ലിയർ ആണോ? അതിന്റെ കോണ്ടെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ഓക്കെ. സോ ഇവിടെ പറയുന്ന ഭക്തി ഗിവ്സ് ട്രാൻസെൻഡന്റൽ വിഷൻ ബൈ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ഇൻ ഡിവോഷണൽ സർവീസ്. ഭക്തി യുക്ത സമാഹിതഃ. ഡ്യൂറിംഗ് യുവർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് യു വിൽ സീ മീ ഇൻ യു, ദ യൂണിവേഴ്സ് ആൻഡ് all living entities. See yourself, the universe and all living entities in me. Only then will you be free from illusion. അതായത് എല്ലാത്തിലും ഭഗവാനെയും, സ്വയം ബ്രഹ്മാവിൽ തന്നെ ഭഗവാനെ കാണാൻ സാധിക്കുകയും എല്ലാ സ്ഥലങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ നമുക്ക് മായയിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ സാധിക്കത്തുള്ളൂ. സോ എന്താണ് ചില പ്രഭുപാദ് പറയുന്നത്? ഭൗതിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഭഗവാനുമായുള്ള തന്റെ ശാശ്വത ബന്ധം വിസ്മൃതമാകാൻ ഇടയാകരുതേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു, ഐ ഷുഡ് ബി ഏബിൾ ടു റിമെമ്പർ യു എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു പോയിന്റില് എന്താണ് അവിടെ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരാൾ ചോദിക്കുകയും ചെയ്തിരുന്നു, കർമ്മകാണ്ഡ ലെവലിനെ കുറിച്ച് അല്ലെങ്കിൽ കർമ്മയോഗത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഇവിടെ ശിലപ്രഭാത് പറയുന്ന ആ വാക്ക് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭൗതിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഭഗവാനുമായുള്ള തന്റെ ശാശ്വത ബന്ധം വിസ്മൃതമാകാൻ ഇടയാകരുതേ എന്ന്. ദാറ്റ്സ് അവർ പ്രയർ ഓൾസോ. നമ്മുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഭൗതികമായിരിക്കാം, പക്ഷെ അതിനിടയിലും ഭഗവാനെ ഓർക്കാനും ഭഗവാന് സമർപ്പിതമായിട്ടിരിക്കാനും ആ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിനുള്ള അവസരം നമുക്ക് നൽകണേ എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന. അപ്പോ പ്രവൃത്തികൾ ഭൗതികമാകാം, പക്ഷെ അവിടെ
ഭഗവാനെ ഓർക്കുമ്പോൾ അത് വേറെ തലത്തിലേക്ക് നമുക്ക് മാറും. തൻ്റെ സർവശക്തിയുമായി ബന്ധമില്ലാത്ത നിലനിൽപ്പിനെ പറ്റി താൻ ചിന്തിക്കുകയില്ലെന്ന് ഇതിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞു. വിറകിലെ അഗ്നിയാണ് ഉദാഹരണമായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിറക് പലതരത്തിലുള്ളതാണെങ്കിലും അവയെ കത്തിക്കുന്ന അഗ്നി ഒന്നു തന്നെ ആയിരിക്കും. അതുപോലെ ഭൗതിക ലോകത്തെ ശരീരങ്ങൾ ആകൃതിയിലും സ്വഭാവത്തിലും വ്യത്യസ്തങ്ങളാണെങ്കിലും അവയിലെ ആത്മാവുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഭിന്നമായിരിക്കില്ല. ശിലപ്രഭാത് അതിനെ മറ്റൊരു രീതിയിൽ കൂടെ നമ്മളെ മനസ്സിലാക്കുകയാണ്. തീ വന്നു കഴിഞ്ഞാൽ എല്ലാം കത്തിക്കുന്ന തീ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കത്തുള്ളൂ. പക്ഷെ എല്ലാത്തിലും അതിനെല്ലാം കത്തി നശിപ്പിക്കാനുള്ള കഴിവും അതിനുണ്ട്. ലോകത്തിലെ ശരീരങ്ങൾ അതുപോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും അഗ്നി ഉള്ളതുപോലെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഉണ്ട്. ശരീരം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അതിലെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ഒരുപോലെയാണ്, അല്ലെങ്കിൽ ആത്മാവ് ഒരുപോലെ തന്നെയാണ്. അഗ്നിയുടെ ഗുണമായ താപം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ആത്മജ്യോതിയും അഥവാ ഭഗവാന്റെ അവിഭാജ്യ ഘടകവും എല്ലാ ശരീരങ്ങളും ഒരേപോലെ ആയിരിക്കും. അപ്രകാരം ഭഗവാന്റെ എല്ലാ സൃഷ്ടികൾക്കും അദ്ദേഹത്തിന്റെ ശക്തി വിതരണം ചെയ്തിരിക്കുന്നു. ഭൗതികമായ മായാഭ്രമങ്ങളിൽ നിന്ന് ഒരുവനെ രക്ഷിക്കാൻ അതീന്ദ്രിയ ജ്ഞാനത്തിന് മാത്രമേ കഴിയൂ. സോ ബിയോണ്ട് സെൻസ് പെർസെപ്ഷനിലേക്ക് നമ്മൾ വന്ന് എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുന്ന ഒരു അവസരത്തിൽ മാത്രമേ നമുക്ക് മായയിൽ നിന്ന് നമുക്ക് മുക്തനാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. ആ ആത്മീയ സങ്കല്പം അവനെ ഭൗതിക സഹവാസത്തിന്റെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും പ്രതിരോധിച്ചു നിർത്തും. പരിശുദ്ധ ഭക്തൻ ഏത് പരിതസ്ഥിതിയിലും ഭഗവത് ദർശനം വിസ്മരിക്കുകയില്ല. അവിടെയാണ് നമ്മളുടെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഭക്തൻ, പരിശുദ്ധ ഭക്തൻ ഏതു പരിതസ്ഥിതിയിലും ഭഗവത് സ്പർശം വിസ്മരിക്കില്ല. എല്ലാത്തിലും ഭഗവാന്റെ ആ ഒരു സ്പർശനം ഉണ്ട് എന്ന റിയലൈസേഷനിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട്. ശ്ലോകം 33. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ? യെസ്, ഗംഗാനാഥ് പ്രഭു. ശ്രീരഞ്ജനി മാതാജി പറയാനില്ലെങ്കിൽ കൈ താഴ്ത്തിയിട്ടുള്ളൂ മാതാജി, അല്ലെങ്കിൽ ഓക്കെ. ഗംഗാനാഥ് പ്രഭു പറഞ്ഞിട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഗംഗാനാഥ് പ്രഭു എന്തെങ്കിലും പറയുന്നു? ഹരേ കൃഷ്ണ. അഗ്നി ഉണ്ടാകുന്നതിന് 3 കാരണങ്ങളാണ്. ഒന്ന് ഇന്ധനം, ഒന്ന് ഓക്സിജൻ, ഒന്ന് താപം. ഇതില് ഏതെങ്കിലും ഒന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അഗ്നി കാണത്തില്ല. അപ്പം വനത്തില് ഇന്ധനമുണ്ട്, അഗ്നി അതില് ഒളിഞ്ഞിരിപ്പുണ്ട്, പിന്നെ ഉള്ളത് ഓക്സിജനാണ്. അപ്പം അത് ഭക്തിയായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ധനം നമ്മുടെ കർമ്മഫലങ്ങളാണ്. ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകണ്ട. ഹരേ കൃഷ്ണ പ്രഭു. ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകണ്ട. അങ്ങനെ വേണ്ട. ഇപ്പം പ്രഭു ഇന്ധനം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ തന്നെ ഇന്ധനമാണ്. ഓക്സിജൻ തന്നെ ഇന്ധനമാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് വേണം. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു തത്വമാണ് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുള്ളതാണിത്. അതായത് ഇന്ധനം എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന അവിടുത്തെ വനത്തിലെ വിറക് തന്നെയാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ നമ്മുടെ ഉള്ളിലെ പാപഫലങ്ങൾ ഇന്ധനവും, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്തി, അതായത് അഗ്നി എന്ന് പറഞ്ഞാൽ ഭക്തിവിധ സേവനവും, ഓക്സിജൻ ഭക്തസംഘവുമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിയുമ്പോൾ അവിടെ ഭക്തി ഇല്ലാതാകും എന്നാണ് ഞാൻ കേട്ടത്. നമ്മുടെ പാപഫലങ്ങൾ കത്തിച്ചു കളയാൻ ഇത് 3 ആവശ്യമാണ് എന്നവർ. ഇവിടെ അഗ്നി ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കുക. ഇവിടെ നമ്മളിപ്പോൾ അഗ്നി പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗ്നി വിറകിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളിലും ആത്മാവും ഭഗവാനും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഇതാണ്. അതായത് അഗ്നിയെ നമുക്ക് വെളിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. വിറകിനുള്ളിലെ അഗ്നിയെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന ഭഗവാനെ റിയലൈസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ അഗ്നി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ വേറെയാണ്. സോ അതൊരു വേറൊരു അണ്ടർസ്റ്റാൻഡിംഗ് വരികയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ. സോ ശ്ലോകം 33. യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയ ഗുണാശയൈ സ്വരൂപേണ മയോപേതം പശ്യൻ സ്വാരാജ്യമൃച്ഛതി. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദയുടെ ശിലപ്രഭുപാദ് കി ജയ്. ശരീരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും
സൂക്ഷ്മതയെക്കുറിച്ചുമുള്ള സങ്കല്പത്തിൽ നിന്നും ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളുടെ സ്വാധീനത്തിൽ നിന്നും സ്വതന്ത്രനാകുമ്പോൾ എൻ്റെ സഹവാസത്താൽ താങ്കൾക്ക് താങ്കളുടെ പരിശുദ്ധ രൂപം സാക്ഷാത്കൃതമാകും. അപ്പോൾ താങ്കൾ പരിശുദ്ധമായ അവബോധത്തിൽ സ്ഥിതനാകും. ഒന്നുകൂടെ വായിക്കുകയാണ്. ശരീരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചുമുള്ള സങ്കല്പത്തിൽ നിന്നും ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളുടെ സ്വാധീനത്തിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ എൻ്റെ സഹവാസത്താൽ താങ്കൾക്ക് താങ്കളുടെ പരിശുദ്ധ രൂപം സാക്ഷാത്കൃതമാകും. സോ നമ്മളുടെ യഥാർത്ഥ പരിശുദ്ധ രൂപം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? എന്താണ് പരിശുദ്ധ രൂപം മനസ്സിലാക്കുക എന്ന് പറയുന്നത്? എന്താണ്? നിത്യദാസാനുദാസ. കറക്റ്റ്. അതായത് ആത്മാവാണ് എന്ന റിയലൈസേഷൻ. കറക്റ്റ്. ദാസാനുദാസൻ എന്നുള്ള റിയലൈസേഷൻ എന്നുള്ളത് അത് ആത്മാവാണ്, താൻ ശരീരമല്ല ആത്മാവാണ് എന്ന ആ ഒരു ഇതിലേക്ക് വരും സ്വന്തമാകുമ്പോൾ. അപ്പോൾ പരിശുദ്ധ രൂപ സാക്ഷാത്, അപ്പോൾ താങ്കൾ പരിശുദ്ധമായ അവബോധത്തിൽ സ്ഥിതനാകും. സോ ഇവിടെ ക്ലിയർ ആകേണ്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള വിവരമാണ്. നമ്മളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ ഇതിൽ നിന്നൊക്കെ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രനാകണം. ശരീരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചുമുള്ള സങ്കല്പത്തിൽ നിന്ന്. ഇപ്പൊ ശരീരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും സൂക്ഷ്മതയെക്കുറിച്ചുമുള്ള സങ്കല്പത്തിൽ നിന്നും ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളുടെ സ്വാധീനത്തിൽ നിന്നും സ്വതന്ത്രമാകുമ്പോൾ എൻ്റെ സഹവാസത്താൽ താങ്കൾക്ക് താങ്കളുടെ പരിശുദ്ധ രൂപം സാക്ഷാത്കൃതമാകും. നമുക്ക് നോക്കാം ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദ് എന്താണ് പറയുന്നത്. ആരാണ് വായിക്കേണ്ടത് ഭാവാർത്ഥം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഞാൻ വായിക്കട്ടെ? മാതാജിക്കാണോ അസൈൻ ചെയ്തിരിക്കുന്നത്? ആരും വായിക്കാത്തോണ്ട് ഞാൻ വായിക്കട്ടെ എന്ന് ചോദിച്ചതാ. അതെ, ഒരു നാരായണ അത് നമ്മളെന്താ നോക്കാത്തത്? സീതാലക്ഷ്മി മാതാജി. നിത്യരൂപ മാതാജിക്കാണല്ലോ മാതാജി ഇട്ടേക്കുന്നത്. 34 എനിക്ക് ഇട്ടേക്കുന്നത്. 33 മായാതീത മാതാജിയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 33. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാതീത മാതാജിയാണ് വായിക്കേണ്ടത്. വായിക്കാം പ്രഭു. സോറി പ്രഭു. സെക്കൻഡ് പാരഗ്രാഫ് നിത്യരൂപ മാതാജി. ഞാൻ കണ്ടില്ല പ്രഭു. ഹരേ കൃഷ്ണ. സോറി. ഭാവാർത്ഥം: ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം അനുഷ്ഠിക്കണമെന്ന് മാത്രം ആഗ്രഹമുള്ള ഒരു വ്യക്തി ഭൗതിക അസ്തിത്വത്തിൽ ഏതവസ്ഥയിലായാലും ഒരു സ്വതന്ത്ര വ്യക്തിയായിരിക്കുമെന്ന് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു. സേവന മനോഭാവമാണ് ജീവസത്യയുടെ സ്വരൂപം അഥവാ യഥാർത്ഥ രൂപം. ചൈതന്യ ചരിതാമൃതത്തിൽ ഇത് ശരിവെക്കുന്ന ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജീവസത്യയുടെ യഥാർത്ഥ ആത്മീയ രൂപം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നിത്യ സേവകത്വമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ജീവസത്തകൾക്ക് വേണ്ടിയുള്ള സേവനം എന്ന മനോഭാവത്തിൽ മായാവാദ സ്കൂൾ പ്രകമ്പനം നടത്തുന്നവർക്ക് അതീന്ദ്രിയ ലോകത്തിൽ ഭഗവാന് വേണ്ടിയുള്ള സേവനത്തിന്റെ അടിസ്ഥാനം അതീന്ദ്രിയ ഭക്തിയാണെന്ന് അറിവില്ല. ഭൗതിക ലോകത്തിലെ നിർബന്ധിത സേവനത്തെ അതീന്ദ്രിയ ഭക്തിയുത സേവനവുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താനാവില്ല. ഭൗതിക ലോകത്തിൽ ഒരുവൻ താൻ ആരുടെയും സേവകനല്ലെന്ന സങ്കല്പത്തിലാണെങ്കിലും ഭൗതിക ഗുണപ്രകൃതികളുടെ ആജ്ഞാനുവർത്തിയായ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സേവകനാണ് യഥാർത്ഥത്തിൽ. വാസ്തവത്തിൽ ഭൗതിക ലോകത്തിൽ ആരും യജമാനൻ അല്ലാത്തതിനാൽ ഇന്ദ്രിയങ്ങളുടെ സേവകന്മാർക്ക് പരിചാരക വൃത്തിയുടെ വളരെ മോശമായ അനുഭവമാണുള്ളത്. അവർ അതീന്ദ്രിയ അവസ്ഥയെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തത് കൊണ്ടാണ് സേവനം എന്ന മട്ടിൽ വെടിക്കെട്ട് നടത്തുന്നത്. അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ സേവകൻ ഭഗവാനോളം തന്നെ സ്വതന്ത്രനാണ്. അതീന്ദ്രിയ അന്തരീക്ഷത്തിൽ നിർബന്ധിത സേവനമില്ലാത്തതിനാൽ ഭഗവാനും സേവകനും സ്വരാട്ടുകൾ അല്ലെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രർ ആകുന്നു. അവിടെ സ്വാഭാവികമായ ഭക്തിയാലാണ് അതീന്ദ്രിയ സേവന പ്രവണത ഉളവാകുന്നത്. അത്തരം സേവനത്തിന്റെ ചെറിയ പ്രതിഫലനം മാതാവ് പുത്രന് വേണ്ടിയും സുഹൃത്ത് സുഹൃത്തിന് വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ചെയ്യുന്ന സേവനങ്ങളിൽ ദർശിക്കാം. സുഹൃത്തുക്കളുടെയും രക്ഷാകർത്താക്കളുടെയും ഭാര്യയുടെയും സേവനം നിർബന്ധിതമല്ല. അത് സ്നേഹത്തിൽ നിന്ന് മാത്രം ഉളവാകുന്നതാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ എന്തായാലും സ്നേഹ സേവനം കേവലം പ്രതിഫലനമാണ്. യഥാർത്ഥ സേവനം അല്ലെങ്കിൽ സ്വരൂപ സേവനം ഭഗവാന്റെ സഹവാസത്തിൽ അതീന്ദ്രിയ ലോകത്ത് കാണാം. അതേ സേവനം ഇവിടെ അതീന്ദ്രിയ ഭക്തിയിൽ പരിശീലിക്കാം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭു പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അടുത്തത് നിത്യമാതാജി വായിക്കാമോ? ഹരേ കൃഷ്ണ. ഈ ശ്ലോകം ജ്ഞാനി സ്കൂളിനും ബാധകമാണ്. ഉണർത്തപ്പെട്ട ജ്ഞാനികൾ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളാൽ ആകർഷിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളും സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും പരമോന്നതനിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാകും. ഭക്തരും ജ്ഞാനികളും വാസ്തവത്തിൽ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി തേടുന്ന തലം വരെയുള്ള പ്രവർത്തനങ്ങളിൽ സമാന പാതയിലാണ്. പക്ഷേ ജ്ഞാനികൾ നിസാരമായ അറിവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനത്താൽ തൃപ്തരായി അവിടെ യാത്ര നിർത്തുമ്പോൾ ഭക്തന്മാർ ഭക്തിയുത സേവനത്തിൽ കൂടുതൽ ആത്മീയ പുരോഗതി നേടുന്നു. അവർ തങ്ങളുടെ സ്വാഭാവികമായ സേവന മനോഭാവത്തിലൂടെ ഭക്തനും ആരാധ്യനും അന്യോന്യ സേവനങ്ങൾ കൈമാറുന്ന മാധുര്യ രസയുടെ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന്റെ തലത്തിലെത്തി അധികം വളരുന്ന ഒരു ആത്മീയ വ്യക്തിത്വം സ്വരൂപിച്ച് വാർത്തെടുക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മായാതീത മാതാജി എന്താണ് വായിച്ചതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാട്ടെ. അത് ആ ഒരു പാരഗ്രാഫ്, വലിയൊരു പാരഗ്രാഫാണ്. അതിൽ നിന്ന് എന്താണ് പോയിന്റ് മാതാജിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പറയുമോ? ഹരേ കൃഷ്ണ പ്രഭു. നമ്മള് ഭൗതിക സേവനവും ആഭ്യന്തര സേവനം തമ്മിലുള്ള വ്യത്യാസമാണ് പ്രഭു അതിലൂടെ സൂചിപ്പിച്ചത്. ഭൗതികമായിട്ട് നമ്മൾ എപ്പോഴും കുടുംബ ബന്ധങ്ങളിലായാലും അങ്ങനെ സേവ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനൊരു വേണമെങ്കിൽ അവരോടുള്ളൊരു സ്നേഹം ഉണ്ടെങ്കിലാണ് മനസ്സ് അറിഞ്ഞ് സേവ ചെയ്യുക. പക്ഷെ നമ്മൾ ഭഗവാനും ആയിട്ട് ഉള്ള അതീന്ദ്രിയ സേവയിൽ എന്നുള്ളത് നമ്മുടെ അതായത് ഉദ്ദേശമാണ്. ജീവസത്തകൾക്ക് വേണ്ടിയുള്ള സേവനം മനോഭാവത്തില് അത് മായാവാദ സ്കൂൾ പോലെയാണ്. അതീന്ദ്രിയ ലോകത്തിലെ ഭഗവാന് വേണ്ടിയുള്ള സേവനം അതീന്ദ്രിയ ഭക്തിയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അത് കറക്റ്റ് പോയിന്റാണ് മാതാജി പറഞ്ഞത്. അതായത് ഭൗതികപരമായ സേവനത്തെയും അതീന്ദ്രിയമായ സേവനത്തിന്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തെ കുറിച്ചിട്ട് ഇവിടെ ശിലപ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പം അത് ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നത് സേവന മനോഭാവമാണ് ജീവസത്തയുടെ സ്വരൂപം അഥവാ യഥാർത്ഥവും. സേവന മനോഭാവമാണ്. ശിലപ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട്. നമ്മൾ സേവിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രകൃതിയാ ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ശിലപ്രഭുപാദ് അതിനെ കൊണ്ടുവരികയാണ്. അതായത് ഈവൻ എക്സ്റ്റേണലി നമ്മൾ നോക്കിയാൽ പോലും, ഭൗതികപരമായിട്ട് നമ്മൾ നോക്കിയാൽ പോലും നമ്മൾ സേവകന്മാർ. അതായത് അതിന് എക്സാമ്പിൾ ശിലപ്രഭുപാദ് പറയുന്ന ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. വൈസ് വേഴ്സ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മാതാപിതാക്കൾ കുട്ടികളുടെ എല്ലായ്പ്പോഴും നമ്മളൊരു സേവന മനോഭാവത്തിൽ അല്ലെങ്കിൽ സേവകരായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ശിലപ്രഭുപാദ് അതിൻ്റെ മുകളിൽ ഈവൻ അല്ലാതെ തന്നെ നോക്കിയാൽ എന്താണ്, ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ വി ആർ എ സെർവൻറ്റ് ദെയർ. ഇവൻ കമ്പനിയുടെ മാനേജർ ആണെങ്കിൽ പോലും ഈസ് എ സെർവൻറ്റ് ഓഫ് ഹിസ് മാനേജർ അല്ലെങ്കിൽ ദ ഓണർ. അല്ലെങ്കിൽ ഒരു സിഇഒ ആണെങ്കിലും സിഇഒ കമ്പനിയുടെ ഓണറുടെ സെർവൻ്റ് ആണ്. ഈവൻ ടു ദ ലെവൽ ഓഫ് ദ പ്രസിഡന്റ് ഓർ പ്രൈം മിനിസ്റ്റർ എന്നൊരു ലെവലിൽ പോവുകയാണെങ്കിലും അവരും യഥാർത്ഥത്തിൽ പ്രജകളുടെ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ സേവകന്മാരാണ്. അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്ലിയർ ആണ്. ശിലപ്രഭുപാദ് ഇവിടെ പറയുന്ന അതിന് മുകളിൽ ഒരു തലത്തിലൂടെ വരും. എന്താണ് ശിലപ്രഭുപാദ് അവിടെ പറഞ്ഞത്? ഈ ഒരു കോണ്ടെക്സ്റ്റ് ശിലപ്രഭുപാദ് എന്താ പറയുന്നത് ഓർക്കുന്നുണ്ടെങ്കിലും എന്ത് പോയിന്റാണ് ശിലപ്രഭുപാദ് അവിടെ പറഞ്ഞത്? നമ്മുടെ ആരുടെ സേവകനാന്ന് പറയുന്നുണ്ട്? യെസ് ഗംഗാധർ ബ്രോ. അതായത് നമ്മൾ ഈ ശരീരം എടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രവൃത്തി ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഭൗതികത്തില് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ സ്വതന്ത്രനായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ. പക്ഷെ ഒരിക്കലും ഒരു ഭൗതികതയിൽ സ്വതന്ത്രനല്ല. ഒന്നുകിൽ മായയുടെ സേവകനായിരിക്കും, മായയായിരിക്കും യജമാനൻ, അല്ലെങ്കിൽ ചോദ്യം അതല്ല. നമ്മളെ സേവകൻ ആരുടെ സേവകരാണെന്നുള്ള ചോദ്യം. അത് തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സേവനം ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ സ്വതന്ത്രനല്ല. നമ്മൾ ഒന്നുകിൽ മായയാണ് നമ്മുടെ യജമാനൻ. പക്ഷെ അതീന്ദ്രിയ തലത്തില്
ഭഗവാനാണ് നമ്മുടെ യജമാൻ, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അവിടെയാണ് സ്വാതന്ത്ര്യം. അവിടെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അത് സ്വയം പ്രചോദിതമായിട്ടുള്ള സേവനമായിട്ടാണ് അവിടെ ഭഗവാന്റെ സേവനം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നമ്മൾ ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ ബേസിൽ നമ്മൾ ഭഗവാന് സേവനം ചെയ്യും. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ബേബി മാതാജി എന്താണ് പറയാൻ വന്ന മാതാജി? കൈതാച്ചിട്ട് മാതാജി ബേബി മാതാജി പറഞ്ഞിട്ട് മായത്തിൽ മാതാജി പറയട്ടെ. സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സേവകനാണ് നമ്മൾ. വെരി ഗുഡ്, വളരെ കറക്റ്റ്. ഇന്ദ്രിയങ്ങളുടെ സേവകനാണെന്ന് അതാണ് ഗ്രോസ് കൺസെപ്ഷൻ മാറ്റിയിട്ട് ചില പ്രബോധം ഒന്നുകൂടെ നമ്മളെ സറ്റിലായിട്ട് ഒന്നുകൂടെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുപോവാണ് ചെയ്തത്. മായത്തിൽ മാതാജിക്ക് എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ, അഡീഷൻ ചെയ്യാനുണ്ടോ? ഇല്ല പ്രഭു, അത് തന്നെയാണ് പ്രഭു. അതൊരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആജ്ഞാനുവർത്തിയായ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സേവകനാണ്. അത് വളരെ വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു, അതായത് അത് വളരെ സറ്റിലാണ്, നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് തോന്നാൻ പറ്റാത്തത്? നമുക്ക് ഇപ്പൊ ചില പ്രഭു പറഞ്ഞ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്തുകൊണ്ടാണ്, ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇന്ദ്രിയന്റെ സേവകനാണെന്ന്? ഇല്ല പ്രഭു. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് തോന്നാത്തത്? നമ്മൾ ഈ ആധ്യാത്മിക ലോകം കണ്ടിട്ടില്ല, ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നു. ഇതാണ് സ്വർഗം. ആ ലെവലിലോട്ട് പോകാതെ താഴ്ന്ന ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് തോന്നാത്തത്? സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോന്നും നമുക്ക് കിട്ടുന്ന സുഖങ്ങളാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നു. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിച്ചാൽ. നമ്മളൊക്കെ മായയിലാണ് ബ്രോ ജീവിക്കുന്നത്. മായയിലാണ്. വെരി കറക്റ്റ്, വളരെ കറക്റ്റ്. മായയിലാണെങ്കിലും നമ്മളും അത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ. എന്തറിയുന്നില്ല? നമ്മൾ മായയിലാണെന്നുള്ള വിവരം നമ്മൾ അറിയുന്നില്ല. അത് കറക്റ്റ്, കറക്റ്റ് പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാമോ? ഹരേ കൃഷ്ണ പ്രഭു. നമ്മള് ഇതിന്റെ ഇടയ്ക്ക് നമ്മളുടെ സുഖം ഏതാണ് നമ്മൾ അറിയുന്നില്ല. ഇതാണ് സുഖം. ഓക്കെ, കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയില്ല. ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ ശ്രമിച്ചാൽ. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്തതിന് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ യജമാനരാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മളിപ്പം പറയുന്ന കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ണോ ചെവിയോ ഒന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ സന്തോഷിക്കാ വേണ്ടതല്ലേ? അതിന്റെ അത് കുറച്ച് ഒരുപാട് കൂടിപ്പോയി മാതാജി. നമ്മളിപ്പം ഇന്ദ്രിയങ്ങളുടെ ഇതറിയുന്നില്ലല്ലോ. അല്ല, നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ ആകാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചായിരുന്നു. അതായത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളും ഇന്ദ്രിയങ്ങളും സെപ്പറേറ്റ് ആണ് എന്ന ഐഡന്റിഫിക്കേഷൻ നമുക്കില്ല. ബിക്കോസ് നമ്മളാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുക. നമ്മൾ ആ ഒരു മിസ്കൺസെപ്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ അടിമയാണെന്ന് തോന്നാത്തത്. ബിക്കോസ് വി ഐഡന്റിഫൈ അവർസെൽഫ് ആസ് ദിസ് ബോഡി ആൻഡ് ദ സെൻസസ്. അതാണ് അതിന്റെ ബേസിക് റീസൺ. അതുകൊണ്ട് നമുക്ക് അത് പ്രത്യേക സെപ്പറേറ്റ് ആണെന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ അവരുടെ സേവകനാണെന്ന് തോന്നത്തുള്ളൂ. ബിക്കോസ് വി ഫീൽ ദാറ്റ് വി ആർ ദാറ്റ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ ഇന്ദ്രിയങ്ങളാണ് എന്ന് തോന്നുന്നത് കൊണ്ട് വി നെവർ ഫീൽ ദാറ്റ്. നമുക്ക് ഒരിക്കലും റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇന്ദ്രിയങ്ങളുടെ സേവകനാണ് എന്ന്. മനസ്സിലായോ? മാതാജി. പ്രഭു, അജി മാതാജി, ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ഏറ്റവും സന്തോഷം എന്നുള്ള ഒരു മട്ടിലേക്ക് ഉയർന്നു. ഹരേ കൃഷ്ണ. അജി മാതാജി അത്ര ഉയർന്നു. ശരിയാ, കറക്റ്റ്. ഓക്കെ, സോ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണല്ലോ. അതായത് നമ്മള് ബോഡിയാണ് എന്ന മിസ്കൺസെപ്ഷനിലാണ്, അല്ലെങ്കിൽ ഇത് ഇന്ദ്രിയങ്ങൾ, ഇത് എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും നമ്മൾ അതിന്റെ ദാസനാണ് എന്ന ആ റിയലൈസേഷൻ നമ്മൾ നമുക്ക് ഉയരാൻ സാധിക്കാത്തത്. ചില പ്രഭുപാദ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, യെസ്, വി ആർ ദ ഗോദാസ. ഗോസ്വാമിയാണ് ആകേണ്ടത്, പക്ഷെ നമ്മൾ ഗോദാസന്മാരായിട്ടാണ് വർത്തിക്കുന്നത്. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വി ഹാവ് ടു ഗോ എബൌവ് ദ ബോഡിലി കൺസെപ്റ്റ്. ആ ഒരു ലെവലിൽ പോകുമ്പോഴേ നമുക്ക് ഇത് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കത്തുള്ളൂ. സോ ശില പ്രഭുപാദ് ഈസ് ഗൈഡിങ് അസ് ആ ഒരു കാലത്ത്. ശില പ്രഭുപാദ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകം ജ്ഞാനി സ്കൂളിനും ബാധകമാണ്. ജ്ഞാനി സ്കൂൾ എന്ന് പറയുമ്പോൾ ജ്ഞാനിയോഗികൾക്ക്, അല്ലെങ്കിൽ ജ്ഞാനിയോഗികൾക്ക് അത് ബാധകമാണ്. ഉണർത്തപ്പെട്ട ജ്ഞാനികൾ
ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളാൽ ആകർഷിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങളും സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും പരമോന്നതനിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാകും. ഇപ്പം ഗംഗാനാഥ് പ്രഭു പറഞ്ഞു വളരെ നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. ഭഗവാൻ, അതായത് നമ്മൾ യഥാർത്ഥ സ്വരൂപ സിദ്ധി അല്ലെങ്കിൽ യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ആധ്യാത്മിക തലത്തിൽ വി ആർ കംപ്ലീറ്റ്ലി ഫ്രീ. നമ്മളത് കംപ്ലീറ്റ് ഫ്രീഡമാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ ആധ്യാത്മിക തലത്തിൽ, അതായത് എപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നമുക്ക് പോകുമ്പോൾ, വെൻ വി റിയലൈസ് ദാറ്റ് ഐ ആം ദ സോൾ, ഞാൻ ആത്മാവാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സെയിം, അതായത് ഇവിടെ പറയുന്ന ഉപയോഗിക്കുന്ന വാക്ക് അതാണ് സ്വരാട്. സ്വരാട് എന്ന ആ ഭാവം, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം ബിക്കോസ് വി ആർ ഓൾസോ സച്ചിദാനന്ദ. ഭഗവാനിൽ നിന്ന് അടർന്നു വന്ന ചെറിയൊരു അംശം ഭഗവാനിൽ നിന്ന് വന്നതുകൊണ്ട് ആ സച്ചിദാനന്ദ ക്വാളിറ്റി നമുക്കുണ്ട്. സോ വി ആർ ഓൾസോ സ്വരാട്ട്, വി ആർ ഓൾസോ കംപ്ലീറ്റ്ലി ഫ്രീ. പക്ഷേ അഗെയിൻ ഗംഗാനാഥ് ആ ഒരു പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുകയും ചെയ്തു, പ്രഭു, ദ റിയൽ ബോസ് ഈസ് ദ ലോർഡ്. ഭഗവാൻ ആണ് യഥാർത്ഥ നാഥൻ, അദ്ദേഹത്തിന്റെ ദാസൻ ആണ്. പക്ഷെങ്കിൽ നമുക്ക് ആ സ്വന്തം ഇഷ്ടത്തോടു കൂടി നമ്മൾ ആ ദാസത്വം സ്വീകരിക്കുകയും ഭഗവാന് സേവനം ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതവിടെയാണ് യഥാർത്ഥ റിയലൈസേഷനിലേക്ക് നമ്മൾ വരേണ്ടത്, അല്ല ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കും മനസ്സിലാക്കാം. സോ വി ഗിവിങ് എ ബോഡിലി കൺസെപ്ഷൻ ഗിവ്സ് റിയലൈസേഷൻ. അതായത് ബോഡിലി കൺസെപ്ഷൻ നമ്മൾ വിടുകയാണെങ്കിൽ നമുക്കത് യഥാർത്ഥ റിയലൈസേഷൻ. വെൻ യു ആർ ഫ്രീ ഫ്രം ബോഡിലി കൺസെപ്ഷൻ ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മോഡ്സ്, you will realize your pure form, that Swarupa, and attain a relationship with me, that means Swarajyam, in Dasya Rasa, Sakhya Rasa, etc. So this is the understanding. Hare Krishna. So we'll end the session today. Grandhara Srimad Bhagavatam ki jai. Nalla discussion ആയിരുന്നു. Thank you so much. എല്ലാവരുടെയും നല്ല റിയലൈസേഷൻസ് ഷെയർ ചെയ്യുന്നതിൽ വളരെ താങ്ക് യു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? കൃഷ്ണ പ്രഭുജി, നമ്മളെ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും അതീന്ദ്രിയതയിലേക്ക് കടക്കാനായിട്ട് പ്രതിബന്ധങ്ങളായിട്ടുള്ള 6 കാര്യങ്ങൾ പ്രഭു ഒന്ന് പറയാമോ? അത് 6 കവറിങ്സ് നമ്മളിലുണ്ട്. ഏതാ പ്രഭു ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളെ ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് തടയുന്ന ഭൗതിക അസ്തിത്വത്തിലുള്ള കവറിങ് ഉണ്ടല്ലോ, അത് ഞാൻ മറന്നുപോയത്. അതെ, ഇത് കാമക്രോധ ലോപം അതാണ് ഉദ്ദേശിക്കുന്നത് പ്രഭു? അല്ല പ്രഭു, അതല്ല. നമ്മൾ 6 കവറിങ്ങും ഭേദിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഇതിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിന് 6 കവറിങ് എന്ന് പറയത്തില്ലേ, അതുകൊണ്ടാണ് നമുക്ക് അതീന്ദ്രിയ ലോകം ദൃശ്യമാകാത്ത. ഭൗതിക ലോകത്തിന് 6 കവറിങ്സ് അത് ശരിക്കും വ്യക്തമാകുന്നില്ല. അത് ഭഗവത്ഗീതയിൽ ഉണ്ട്, പക്ഷെ അത് ഞാൻ എവിടെയാണ് തപ്പിട്ട് കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ പ്രഭു, എനിക്കത് പ്രഭു ഒരു ചോദ്യം ക്ലിയർ ആയിട്ട്, അതായത് അനുസരിച്ച് ആ പ്രഭു എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കട്ടെ. ഭൗതികതയുടെ 6 കവറിങ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം പ്രഭു. ഞാനൊന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല, അത് പഠിച്ചതാണ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ പ്രഭു. നല്ലൊരു പോയിന്റ് ആണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നില്ലത്, എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാണെന്നുള്ളവരും. ഇനി ഞാനൊരു സെർച്ച് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ് ഡിസ്കഷനോ അല്ലെങ്കിൽ എനി കമന്റ്സ് ഓർ എനി അഡീഷൻസ്? ഹരേ കൃഷ്ണ പ്രഭു ഇന്നലെ ഭക്തിരസാമൃത സിന്ധുവിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. ഇന്നലെ വായിച്ചപ്പോ പവർഗത്തെ കുറിച്ച് വായിച്ചിരുന്നു പ്രഭു. അപ്പൊ ഇത്രയും കാലം ഞങ്ങൾ കേട്ടിരിക്കുന്നത് പരിശ്രമമാണ്. അപ്പൊ ഇന്നലെ അതിൽ വായിച്ചത് പരാഭാവം അഥവാ പരാജയമാണ് പ്രഭു. അത് പവർഗമില്ലേ? അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം കേട്ടിരിക്കുന്നത് പരിശ്രമമാണ്. പരിശ്രമമാണ് ഫേനം. പക്ഷെ ഇന്നലെ അത് വായിച്ചത് പരാഭാവം അഥവാ പരാജയമാണ് എന്നാണ്. അത് ഇതുവരെ കേട്ടിട്ടില്ല പ്രഭു. ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു, പ്രഭുവിനോട് ചോദിക്കാന്ന് പറഞ്ഞു. ഓക്കെ മധുജി, ഏത് പേജ് ആണെന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് എന്തർത്ഥത്തിലാണ് പറയുന്നത് ഞാൻ നോക്കി. പേജ് 246.
246. ഓക്കെ, എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഇപ്പോൾ അതില്ല. പാരഗ്രാഫ്. അതിന്റെ ഫോട്ടോ എനിക്ക് മതി ഇട്ടെന്നുള്ളൂ. കാരണം എൻ്റെ അടുത്ത് മലയാളം ബുക്കില്ല, എൻ്റെ ഇംഗ്ലീഷ് അയ്യുന്നത്. അതിന്റെ ഫോട്ടോ ഇട്ടെന്നുള്ളൂ മതി. ഞാനൊന്ന് വായിച്ചിട്ട് ഞാനത് നമുക്ക് നാളെ അത് പറയാം. ഓക്കെ, ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മതി. കാരണം ചില സ്ഥലങ്ങളിൽ അവർക്ക് എനിക്ക് മനസ്സിലായി ബാബ അതായത് അത് പരിശ്രമം അല്ല പ്രഭു, എന്ന് പറഞ്ഞാൽ പാപം, ഫലം, ഇഭ, അതായത് ബന്ധനം. ഭയം, ബലം, ഭയം, ബന്ധനം, മരണം. അത് കറക്റ്റ്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ അതായത് പരിശ്രമം എന്നാണോ അതിൽ പറയുന്നത്? അല്ല, പാപം എന്നാണ്. അല്ല, ഇതില് പരാഭാവം, അതായത് പരാജയം. ഓക്കെ, എനിവേ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. അതായത് എനിക്ക് ആ ഒരു ഭാഗം ഒന്ന് എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് ഞാൻ വായിച്ചിട്ട് നോക്കിയിട്ട് അവിടെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഫൈൻ, നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, അതില് പറഞ്ഞിരിക്കുന്ന കാമേഷ ക്രോധ ഏവ അത് തന്നെയാണ് ഭഗവത്ഗീതയില് രജോ ഗുണ സമുദ്ഭവ മഹാസനോ മഹാപ്രപ്ത വിദ്യാനമിഹ വൈദ്യനം. അത് തന്നെയാണ് പ്രഭു പറഞ്ഞതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയില്. ഏത് 6 കവചം. 6 കവചങ്ങൾ അതല്ലേ? ഓ കറക്റ്റ്. ഓക്കെ. ഓ, അതിൽ ആ പർപ്പോട്ടിൽ പറയുന്നുണ്ട് ഇത്. കാമം ക്രോധം രജോഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മനുഷ്യന്റെ യഥാർത്ഥ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുണ്ട്. ശത്രുക്കളത്താണ്, കറക്റ്റ് ആണ്. അപ്പം അതിന്റെ പർപ്പോട്ടിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കവറിങ് അതാണെന്ന്? നമുക്ക് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം മതി. നമുക്ക് അതൊന്നുകൂടെ നോക്കാം, അതിന്റെ ഒരു ക്ലാരിഫൈ ചെയ്യാം നമുക്കത്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. അല്ലേ പരാജയം, നിന്ദ, കണക്കാക്കുന്ന അർത്ഥം മനസ്സിലായില്ല, എന്നുള്ള വേർഡിനല്ലേ പരാജയം എന്ന് പറയുന്നത്? പരാഭവം അതാണ് നിന്ദ, തോൽവി, പരാജയം എന്നൊക്കെ അതിന്റെ അർത്ഥമാക്കുന്നത് അല്ലേ? അതെ, ആ വേർഡ് മീനിങ് തന്നെ പരാജയം എന്നാണെന്നുള്ളതാണ് മതി പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു അർത്ഥമാണ്. ഇനി നമുക്കത് നോക്കാം. ഭക്തിരസാമര സിന്ധുവിന്റെ ശിലപ്രഭാത് എഴുതിയിരിക്കുന്ന ഭാവാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാം, അത് ക്ലിയർ ചെയ്യാം. അത് കാരണം അത് വായിച്ചെങ്കിലേ, ആ പർപ്പോട്ടിൽ വായിച്ചെങ്കിലേ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയങ്ങൾ നന്ദി. എല്ലാവരും വന്ന് നമ്മളെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം की जय, शिल प्रभुपाद की जय, गुरु महाराज की जय, आनंद कोटि वैष्णव वृंद की जय, निताय गौर सिद्धांत प्रेमानंदे हरि हरि।